BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇടത് നിരീക്ഷകൻ BN ഹസ്കർ RSPയിലേക്ക് VD സതീശൻ അംഗത്വം നൽകും. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ RSPയിലേക്ക് പാർട്ടിയുമായുള്ള 36 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് BN ഹസ്കർ ചാനൽ ചർച്ചയിൽ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ഹസ്കറിനെ CPIM നേതൃത്വം താക്കീത് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ ഇന്ന് RSPയിൽ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അംഗത്വം നൽകും. ഇന്ന് വൈകിട്ട് ഇടപ്പള്ളിക്കോട്ടയിൽ നടക്കുന്ന മുൻ മന്ത്രി ബേബി ജോണിന്റെ ചരമവാർഷിക സമ്മേളനത്തിലായിരിക്കും പാർട്ടി പ്രവേശനം എന്നാണ് വിവരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്തുവാൻ പാർട്ടിക്ക് കഴിയാതെ പോയത് കാപ്പട്യമാണെന്നും വിമർശിച്ചു. തുടർന്ന് CPIM ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിലാണ് ഇദ്ദേഹത്തെ ശാസിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് ഹസ്കറിനെ വിളിച്ചുവരുത്തി ഇടതു നിരീക്ഷകൻ എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് ചെയ്യുകയായിരുന്നു. അജിത് പവാറിന് വിട ചൊല്ലി ജന്മനാടായ ബാരാമതി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പൂർത്തിയായി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ജന്മനാടായ ബാരാമതി വിട ചൊല്ലി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. ബാരാമതിയിലെ വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിലേക്ക് ഒഴുകിയെത്തിയ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി അജിത് പവാർ ഓർമ്മയിലേക്ക് മറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ബാരാമതി മെഡിക്കൽ കോളേജിൽ നിന്നും ഭൌതികദേഹം അജിത് പവാറിന്റെ വസതിയിലേക്ക് എത്തിച്ചത്. പിന്നീട് ബാരാമതിയിലെ ഓഡിറ്റോറിയത്തിലും പൊതുദർശനം നടത്തിയ ശേഷം വിലാപയാത്രയായി വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിയിലേക്ക് എത്തിച്ചു. റോഡരികിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങി സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും നേതാക്കളുടെ ഒരു നീണ്ട നിര അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A. ശ്രീകുമാറിന് ജാമ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A. ശ്രീകുമാറിന് ജാമ്യം. ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസമാകുന്നതിന് മുൻപാണ് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പക്കേസിൽ മാത്രമാണ് ശ്രീകുമാറിനെ പ്രതിയാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും സമർപ്പിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെയാണ് ജാമ്യം അനുവദിച്ചത്. തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന വാദം മറ്റ് പ്രതികൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി 2 മണിക്കൂറെല്ലാം തുറന്ന് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും ശശി തരൂർ. CPIMുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ തള്ളി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശശി തരൂർ. പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും തരൂർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി നടന്നത് ക്രിയാത്മക ചർച്ച. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും. 2 മണിക്കൂറെല്ലാം തുറന്ന് സംസാരിച്ചു. ചർച്ചകൾ സൌഹാർദ്ദപരം. എല്ലാവിധത്തിലും ഒന്നിച്ച് മുന്നോട്ടു പോകും. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നും താൻ വാക്കുകൊടുത്തു. കഴിഞ്ഞ തവണ 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. CPIMലേക്ക് പോകുമെന്ന കഥകൾ എവിടുന്നാണെന്ന് തനിക്ക് തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. താനും പാർട്ടിയും ഒരേ ദിശയിലാണെന്നും തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലുണ്ടാകുമെന്നും ശശി തരൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2500.31 കോടി ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ബജറ്റ്. വീണ ജോർജ്. ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപ വകയിരുത്തി. മെഡിക്കൽ കോളേജുകൾക്കായി 259.93 കോടി രൂപ നീക്കിവച്ചു. ആരോഗ്യമേഖലയിൽ നടന്നുവരുന്ന തുടർ വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കും ഇത് സഹായിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 21,000 രൂപയാണ് ഡിമാൻഡ് ചെയ്തിരുന്നത്. ഇനിയും സർക്കാരിന് സമയമുണ്ട്. ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകില്ല. ആശാ വർക്കേഴ്സ്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ആശമാർക്ക് ആശ്വാസം. ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. വർധനവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. പക്ഷേ തൃപ്തിയില്ല.
21,000 രൂപയാണ് ഡിമാൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. സമരം ന്യായമാണ് എന്ന് സർക്കാർ സമ്മതിച്ചു. ഇനിയും സർക്കാരിന് ആശമാരെ പരിഗണിക്കുവാൻ സമയമുണ്ട്. ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ നിലപാടുകൾക്ക് മാറ്റമുണ്ടാകില്ല. സർക്കാരിന് എതിരെ പ്രചാരണത്തിൽ ഇറങ്ങുവാൻ സർക്കാർ തന്നെ നിർബന്ധിക്കുന്നതാണ്. സമരം തുടരും. സെക്രട്ടേറിയറ്റ് മാർച്ച് അടുത്ത മാസം സംഘടിപ്പിക്കുമെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മധ്യ കേരളത്തെ തൊട്ടും തലോടിയും സംസ്ഥാന ബജറ്റ്. മധ്യ കേരളത്തെ തൊട്ടും തലോടിയുമാണ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം. പ്രധാന വരുമാന മാർഗങ്ങളായ മേഖലകളിലെ പദ്ധതികളെയെല്ലാം പരാമർശിച്ചും തുക ഉയർത്തിയും പ്രഖ്യാപനം നടന്നു. എന്നാൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരരംഗത്തെത്തിയ പല മേഖലയെ അവഗണിക്കുകയും ചെയ്തു. എന്താണ് മധ്യ കേരളത്തിന് ലഭിച്ചത്? വ്യവസായം, ടൂറിസം, മത്സ്യബന്ധനം, മലയോരം, കാർഷികം എല്ലാ മേഖലയും ബജറ്റ് പരിഗണിച്ചു. മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് നവീകരണത്തിന് 12 കോടി, തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് 5 കോടി, ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കും സാമ്പത്തിക സഹായമാകും. കട്ടപ്പന മുതൽ തേനി വരെയുള്ള തുരങ്കപാത പഠനത്തിന് 10 കോടി, മലയോര മേഖലയുടെ വികസനത്തിനും ഊന്നൽ നൽകുകയാണ്. കൊച്ചി മെട്രോയ്ക്ക് അധിക തുകയ്ക്ക് പുറമെ പൊതുമരാമത്ത് റോഡുകളുടെ വികസനത്തിനുള്ള തുക, തല ഏറ്റെടുപ്പ് അടക്കമുള്ള വികസന പദ്ധതികളിൽ കുടുങ്ങിക്കിടക്കുന്ന പാതകൾക്ക് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷ. ടൂറിസം മേഖലയ്ക്കും ജലപാതയ്ക്കും വൻ തുക വകയിരുത്തിയിട്ടുള്ളത് സഹായകമാകും. ഒപ്പം IT മേഖലയ്ക്കുള്ള അധിക വിഹിതവും പ്രതിസന്ധിയിൽ ഉലയുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വികസന പ്രതിസന്ധിയിൽ ഉലയുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിനും ആശ്വാസമാണ് ബജറ്റ് പ്രഖ്യാപനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.